നമസ്കാരം. CPM മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ജി സുധാകരന്റെ വിമർശനം മർമ്മത്ത് കൊള്ളുന്നതായിരുന്നു. ഒട്ടും മയപ്പെടുത്തിയല്ല ജി സുധാകരൻ പറഞ്ഞതത്രയും. ഇതിപ്പോൾ സുധാകരൻ മാത്രമല്ല, തോമസ് ഐസക്കും സി ദിവാകരനും ഒക്കെ പിണറായിക്കെതിരെ പരസ്യമായ വെളിപ്പെടുത്തലുകളുമായി എത്തുകയാണ്. സുധാകരന്റെ തുറന്നു പറച്ചിലിന് ഒരുപാട് ആഴമുണ്ട്, ഒരുപാട് അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ലെവൽ തെറ്റുകയും ചെയ്തിട്ടുണ്ട്. തക്കതായ മറുപടി കൊടുക്കണം, പക്ഷേ അത് സ്വയം പറയാൻ പറ്റുകയുമില്ല. അതുകൊണ്ട് അവർ തിരഞ്ഞെടുത്തത് അമ്പലപ്പുഴ MLA H സലാമിനെയാണ്. സലാമാകട്ടെ KR ഗൗരിയമ്മയെ ഓർമ്മിപ്പിച്ചാണ് സുധാകരനെ ഭീഷണിപ്പെടുത്താൻ നോക്കിയത്. ഗൗരിയമ്മ പാർട്ടി വിട്ടുപോകാനുള്ള മൂല കാരണം ആരാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും ആ കാരണത്തിന്റെ അടിസ്ഥാനം തേടിപ്പോയാൽ പലതും പറയേണ്ടി വരുമെന്നുമാണ് H സലാം പറഞ്ഞത്. അത്രമേൽ CPM-നെ പ്രകോപിപ്പിച്ചത് പിണറായിയെ തള്ളിപ്പറഞ്ഞത് കൂടിയാണ്. തിരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം എന്ന പിണറായി വിരുദ്ധ വികാരം അലയടിച്ചിട്ടും ഗോവിന്ദനൊക്കെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് സുധാകരൻ കയറി പിണറായി അല്ല VS മാത്രമാണ് തന്റെ നേതാവെന്നും മോദിയാണ് ശക്തനായ ഭരണാധികാരി എന്നും പറയുന്നത്. ഈ രണ്ട് പ്രയോഗങ്ങളും മറ്റെന്തിനേക്കാളും പിണറായിയുടെ ഇടനെഞ്ച് പൊള്ളിച്ചു. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി പിണറായി മറുപടി കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നു. തന്റെ ഭക്തനായ സലാമിനെ നൂലിൽ കെട്ടിയിറക്കുകയാണ്. പിന്നീട് ആലപ്പുഴ ജില്ലയിൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് വലിയ ആഘാതമുണ്ടാക്കിയത് ഗൗരിയമ്മ പാർട്ടി വിട്ടപ്പോഴാണ്. അതിനെ ആലപ്പുഴയിലെ പാർട്ടി അതിജീവിച്ചു. പഴയ കാര്യമായതുകൊണ്ട് അതെല്ലാം ആളുകൾ മറന്നിട്ടുണ്ടാകും എന്ന് വിചാരിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. പാർട്ടിക്ക് ആലപ്പുഴ ജില്ലയിലും സംസ്ഥാനത്തും നല്ല സംഭാവന നൽകിയ ആളാണ് ജി സുധാകരൻ. എല്ലാവരും ബഹുമാനിക്കുന്ന മുതിർന്ന നേതാവുമാണ്. പക്ഷേ എന്തുകൊണ്ടോ കഴിഞ്ഞ കുറച്ചു കാലമായി പാർട്ടി മെമ്പർഷിപ്പുള്ള ഒരാൾ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പരസ്യമായി പറയുന്നു. എന്തുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിൽ പറയുന്നു എന്നത് ഒരു ചോദ്യമാണ്. സുധാകരനെ പരിഗണിച്ച പോലെ ഗൗരിയമ്മയെ പോലും പാർട്ടി പരിഗണിച്ചിട്ടില്ല. 7 തവണ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചു. കൂടാതെ മറ്റു പാർട്ടി ചുമതലകളും വഹിച്ചു എന്ന് സലാം കൂട്ടിച്ചേർക്കുന്നുണ്ട്. സുധാകരന്റെ പൊളിറ്റിക്കൽ ക്രിമിനൽ പ്രയോഗത്തിനും H സലാം MLA മറുപടി നൽകുന്നുണ്ട്. നമ്മൾ നിൽക്കുന്ന രാഷ്ട്രീയത്തിന് ദോഷമുണ്ടാക്കുന്ന കാര്യം ഞാൻ ചെയ്താൽ ഞാൻ പൊളിറ്റിക്കൽ ക്രിമിനൽ ആകും. അത് ആരും ചെയ്തുകൂടാ. ഒരു പാർട്ടിയിൽ നിൽക്കുകയും ആ പാർട്ടിക്ക് ദോഷമുണ്ടാക്കി എതിരാളിക്ക് ഗുണമുണ്ടാക്കുന്ന വർത്തമാനം പറയുന്നതും ഒരു തരത്തിൽ പൊളിറ്റിക്കൽ ക്രിമിനലിസമാണെന്നാണ് പരോക്ഷമായി സലാം പറഞ്ഞത്. പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെ കയ്യിലാണ് ആലപ്പുഴയിലെ മാധ്യമങ്ങളെന്ന് കഴിഞ്ഞ ദിവസം ജി സുധാകരൻ പറഞ്ഞിരുന്നു. പക്ഷേ സലാമിന്റെ ഈ മറുപടിയോടെ സുധാകരൻ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. ഒരു പാർട്ടിയിൽ ഒരു തിരുത്തൽ വേണമെങ്കിൽ അത് തുറന്നു പറയുക തന്നെ വേണം. അത് സലാം മറന്നുപോയി. തുറന്നു പറയാതെ എല്ലാവരും റാൻ മൂളിയതാണ് ആ പാർട്ടിയുടെ അധപ്പതനത്തിൽ തന്നെ കാരണം. ആരും പിണറായിയെ തീർത്തിയില്ല. പിണറായിയുടെ മടിശീലയിലെ പണം കണ്ട് എല്ലാവരും ഭയപ്പെട്ടു. പാർട്ടിയുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ പിണറായിയെ റാൻമൂളിൽ നിൽക്കണമായിരുന്നു. പിണറായി മാത്രമാണ് പാർട്ടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കാൻ പിണറായിക്ക് സാധിച്ചു. എന്തുകൊണ്ട് H സലാം ഉൾപ്പെടെയുള്ളവരുടെ നാവ് അന്ന് ഓടിയില്ല, അന്ന് ചലിച്ചില്ല? അന്ന് ആ കൃത്യമായ രീതിയിൽ പിണറായിക്ക് മറുപടി കൊടുത്തിരുന്നെങ്കിൽ, തെറ്റ് തിരുത്തണമെന്ന് അന്നേ പറഞ്ഞിരുന്നെങ്കിൽ ഇത്തരമൊരു വലിയ തിരിച്ചടി ഈ പാർട്ടിക്ക് ഉണ്ടാകുമായിരുന്നില്ല. സകല നേതാക്കളും പാർട്ടിക്കെതിരെയല്ല, പാർട്ടിയിലെ പിണറായിസത്തിനെതിരെയാണ് അവരെല്ലാവരും തിരിച്ചടിക്കുന്നത്. അത് തിരിച്ചറിയാൻ ഇപ്പോഴും സലാമിന് കഴിയാതെ സലാം പിണറായിക്ക് ഓശാന പാടുകയാണ് ചെയ്യുന്നത്. ഇത് ശരിയായ കാര്യമാണോ? അത് സലാമൊക്കെയാണ് ആലോചിക്കേണ്ടത്. പാർട്ടി എന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃതമല്ലെന്ന് പലപ്പോഴും പറയുകയും അതേമാതിരി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായി CPM മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ മുഴുവനും പിണറായിസം മാത്രമാണ് ഇവിടുത്തെ ജനങ്ങൾ കണ്ടത്. ജനത്തിന് തിരിച്ചറിയാൻ വൈകി, പക്ഷെ തിരിച്ചറിഞ്ഞപ്പോൾ അവർ മറുപടി കൊടുത്തു. ഇനിയും തിരുത്തിയില്ലെങ്കിൽ നിയമസഭയിൽ മറുപടി കൊടുക്കുമെന്നുള്ളത് ഉറപ്പിച്ചുകൊള്ളുക. ജനത്തെ എല്ലാ കാലവും വിഡ്ഢിയാക്കാൻ പറ്റില്ല. അത് തിരിച്ചറിഞ്ഞാണ് മുതിർന്ന പല നേതാക്കളും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേതാക്കൾ മാത്രമല്ല,
പറയുന്നത് അണികളും പ്രവർത്തകരും സാധാരണക്കാരുമാണ്. ഈ പാർട്ടി ഇനിയും ഉണ്ടാകണം, തങ്ങളുടെ കരളുറപ്പായി ഈ പാർട്ടി ഉണ്ടാകണം എന്ന 1000 മടങ്ങ് ശക്തിയോടെയാണ് ഇപ്പോൾ ജനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് കേൾക്കാതെ കാതടച്ചു പിടിച്ചിട്ട് എന്ത് കാര്യം? സുധാകരനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മറ്റൊന്നും കിട്ടാനില്ല. സുധാകരൻ അങ്ങ് പോകും. അതിനുള്ള ചർച്ചകളൊക്കെ CPIയിൽ ആരംഭിച്ചിട്ടുണ്ട്. സുധാകരൻ CPIയിലേക്ക് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ. അവിടെ പാർട്ടി പിളരുകയാണ്. സുധാകരൻ പക്ഷം കൂട്ടത്തോടെ CPIയിലേക്ക് മാറാൻ കാത്തിരിക്കുകയാണ്. സുധാകരനുമായി CPI നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി എന്നുള്ളതാണ് വിവരം. ഇപ്പോൾ ബിനോയ് വിശ്വം ഉൾപ്പെടെ പിണറായിക്കെതിരെ കൃത്യമായ രീതിയിൽ മറുപടി കൊടുത്തിരിക്കുന്നു. ഇവിടെയല്ല അവർ പറഞ്ഞത്, അവർ കേന്ദ്ര നേതൃത്വത്തിലാണ് പറയുന്നത്. പിണറായിയോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നൊരു നിലപാട് CPI എന്ന പാർട്ടി എടുത്തിരിക്കുന്നു. ഇത്രനാൾ വലിയേട്ടൻ മനോഭാവത്തോടെ പെരുമാറി. ഇനി അത് കേട്ടു നിൽക്കാൻ അംഗീകരിക്കാനും കഴിയില്ല. കാരണം പാർട്ടി ഇല്ലാതെയാവുകയാണ്. പാർട്ടിയെ ഇല്ലാതെയാക്കാൻ തങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള നിലപാടിലേക്ക് CPIയും എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സുധാകരൻ CPI നേതാക്കളുമായി ചർച്ചയും നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ. എത്രത്തോളം വ്യക്തമാണ് എന്ന് നമുക്കിപ്പോൾ പറയാനാകില്ല എങ്കിൽ പോലും അത്തരമൊരു നീക്കം ഉണ്ടായാലും തെറ്റു പറയാൻ പറ്റില്ല. സുധാകരൻ CPIയിലേക്ക് മാറുകയാണെങ്കിൽ ആലപ്പുഴയിൽ CPMന്റെ അടിവേരിളകുമെന്ന് ഉറപ്പാണ്. ആലപ്പുഴയിലെ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും വേരോട്ടമുള്ള നേതാവാണ് സുധാകരൻ. സുധാകരനൊപ്പം നിൽക്കുന്ന നിരവധി പേരുണ്ട്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ CPIയിലേക്ക് കൂട്ടത്തോടെ പോകുമെന്നുള്ളത് ഉറപ്പിക്കുക. സുധാകരൻ അങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്നു എന്നത് അറിഞ്ഞതോടെ വിറളി പൂണ്ട് നടക്കുകയും ചെയ്യുന്നുണ്ട് പിണറായിയും ഗോവിന്ദനും. ഗോവിന്ദന് പിണറായി സലാമിനെ കൊണ്ട് മറുപടി കൊടുപ്പിച്ചതിൽ നല്ല നീരസവുമുണ്ട്. കാരണം മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ വായിൽ കോലിട്ട് കുത്തി കടി വാങ്ങിയതുപോലത്തെ ഇടപാടായി പോയി എന്നുള്ളതാണ് സുധാകരന്റെ കാര്യത്തിൽ ഗോവിന്ദൻ പിണറായിയോട് നീരസം കാണിക്കുന്നത്. കാരണം യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. സുധാകരൻ പറഞ്ഞെങ്കിൽ അത് അവിടെ വിടുക. മുന്നോട്ട് ഇനി എന്താ തിരുത്തേണ്ടത് തിരുത്തി പോവുക എന്ന നിലയിലാണ് ഗോവിന്ദൻ പോലും ഉള്ളത്. പക്ഷേ പിണറായിയുടെ ധാർഷ്ട്യമാണ് ഇപ്പോഴും അങ്ങനെ ഒരു പിണറായി വിരുദ്ധ വികാരമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു മുന്നിട്ടിറക്കം. അതിനെ ഗോവിന്ദൻ പോലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ ആലപ്പുഴയിൽ കൂട്ടത്തോടെ ഒരു പാർട്ടി മാറ്റം കേരളം കാണേണ്ടി വരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അതിനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നന്ദി.